ട്രെയിൻ യാത്രയ്ക്കിടെ 6 വയസ്സുകാരിയോട് ലൈംഗിക അതിക്രമം. ഒരാളെ പുനലൂർ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. കൊല്ലം സ്വദേശി സാനിഷാണ് അറസ്റ്റിലായത്. ഇയാളെ റിമാൻഡ് ചെയ്തു. ട്രെയിനിന്റെ ജനറൽ കമ്പാർട്ട്മെന്റിൽ മുത്തച്ഛനൊപ്പം ഉറങ്ങുകയായിരുന്ന തമിഴ്നാട് സ്വദേശിയായ 6 വയസ്സുകാരിക്ക് നേരെയാണ് ലൈംഗികാതിക്രമം ഉണ്ടായത്. കൊല്ലം അയത്തിൽ ഗാന്ധിനഗർ വടക്കേതിൽ സാനിഷാണ് അറസ്റ്റിലായത്. കൊല്ലം ചെങ്കോട്ട പാതയിൽ പാലരുവി എക്സ്പ്രസ് തീവണ്ടിയിൽ വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം. തെങ്കാശിയിൽ നിന്ന് കുടുംബത്തോടൊപ്പം എടത്വാപ്പള്ളിയിൽ തീർത്ഥാടനം നടത്തി തിരിച്ചു പോകുമ്പോഴാണ് കുട്ടി അതിക്രമത്തിനിരയായത്. മുത്തച്ഛനൊപ്പം നിലത്ത് ഉറങ്ങിക്കിടന്നിരുന്ന കുട്ടിയെ പ്രതി തൊട്ടടുത്ത കമ്പാർട്ട്മെന്റിലേക്ക് എടുത്തുകൊണ്ടുപോയി പീഡിപ്പിക്കുകയായിരുന്നു. സംഭവം കണ്ട സമീപത്തെ സീറ്റിലുണ്ടായിരുന്ന യാത്രക്കാരി വീഡിയോ ചിത്രീകരിക്കുകയും പോലീസിൽ അറിയിക്കുകയായിരുന്നുവെന്ന് പുനലൂർ റെയിൽവേ പോലീസ് SHO PK പ്രദീപ് പറഞ്ഞു. കഴിഞ്ഞ ദിവസം കേരളത്തിലേക്ക് തീർത്ഥാടന യാത്ര നടത്തിയ തമിഴ് കുടുംബത്തിലെ 6 വയസ്സുള്ള പെൺകുട്ടിയെ ക്രൂരമായ ലൈംഗികാതിക്രമത്തിനിരയാക്കിയ 40 വയസ്സുള്ള കൊല്ലം സ്വദേശിയായ സാനിഷ് എന്നയാളെ പുനലൂർ റെയിൽവേ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. തുടർന്നുള്ള നിയമ നടപടികൾക്ക് ശേഷം ഇയാളെ മജിസ്ട്രേറ്റിന് മുന്നിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇവർ തെങ്കാശിയിൽ നിന്ന് കേരളത്തിലേക്ക് എടത്വാപ്പള്ളിയിലേക്ക് തീർത്ഥാടന യാത്രയ്ക്ക് വന്നതാണ്. തുടർന്ന് തിരിച്ച് തിരുവല്ലയിൽ നിന്ന് തെങ്കാശിയിലേക്ക് യാത്ര ചെയ്യുകയായിരുന്നു. പാലരുവി എക്സ്പ്രസ്സിലായിരുന്നു. വെളുപ്പിന് 1:30-ക്കായിരുന്നു ഈ സംഭവം നടക്കുന്നത്. കുട്ടി ജനറൽ കമ്പാർട്ട്മെൻറ്റിൽ നിലത്തുറങ്ങിക്കിടക്കുമായിരുന്നു. അപ്പൂപ്പൻ്റെ കൂടെ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ഇയാൾ ആംഗിൾ തൊട്ടടുത്ത് വന്ന് എടുത്തിട്ട് അയാളുടെ സീറ്റിലേക്ക് പോവുകയും ഈ കുട്ടിയെ ക്രൂരമായ ലൈംഗിക അതിക്രമത്തിന് ഇരയാക്കുകയും ചെയ്തതാണ്. ഇത് തൊട്ടടുത്ത സീറ്റിൽ യാത്ര ചെയ്തിരുന്ന ഒരു സ്ത്രീ കണ്ടു. അവർ അത് ചിത്രീകരിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് പോലീസിലേക്ക് വിവരം അറിയിക്കുന്നതും പോലീസ് ഇയാളെ കസ്റ്റഡിക്കുകയും ചെയ്യുകയായിരുന്നു. ഇയാൾക്കാണെങ്കിൽ നേരത്തെയും 3 കേസുകളുണ്ട്. നമുക്ക് ഇതിലോട്ടും രജിസ്റ്റേർഡുള്ള കേസുകളെല്ലാം ഹർട്ട് കേസുകളാണ്. തുടർന്നാണ് പ്രതി അറസ്റ്റിലായത്. SHOയുടെ നേതൃത്വത്തിൽ സീനിയർ സിവിൽ പോലീസ് ഓഫീസർമാരായ ദിലീപ്, പ്രേംകുമാർ, വിനോദ് കുമാർ, M രതീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ ധനീഷ്, കണ്ണൻ, ഷാഫി, രതീഷ് കുമാർ എന്നിവരടങ്ങിയ സംഘമാണ് പ്രതിയെ പിടികൂടിയത്. പ്രതിയുടെ പേരിൽ നേരത്തെയും കേസുകളുണ്ടെന്ന് പോലീസ് അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ.